കാൽഷ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുന്നത് എല്ലും പല്ലും റിലേറ്റഡ് ആയിട്ടാണ്. അതായത് കാൽഷ്യത്തിൻ്റെ കുറവ് എന്ന് പറയുമ്പോൾ എല്ലുകൾക്ക് എന്തെങ്കിലും ഒരു തേയ്മാനം സംഭവിക്കുക, അതല്ലെങ്കിൽ പല്ല് റിലേറ്റഡ് ആയിട്ട് ലക്ഷണങ്ങൾ കാണിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരിക. എന്നാൽ ഇതിലുപരി ഹൈപ്പോകാൽസീമിയ എന്നുള്ള കണ്ടീഷനിൽ കാൽഷ്യം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബോഡി ചില സിഗ്നൽസ് പുറത്തോട്ട് കാണിക്കും. അതിൽ മെജോറിറ്റി ആയിട്ട് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ എന്ത് ന്യൂട്രിയൻസ് കുറവുണ്ടെങ്കിലും അത് ആദ്യം പുറത്തോട്ട് കാണിക്കുന്നത് നമ്മുടെ നഖങ്ങളിലും അതേപോലെ മുടി, സ്കിന്ന്, ഇതിലോട്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്ന എന്തോ ഒരു പ്രശ്നത്തിൻ്റെയും സിംറ്റംസ് പുറത്തോട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ നഖത്തിൽ ഈ ഹൈപ്പോകാൽസീമിക് കണ്ടീഷൻ കാരണം വരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് നഖം പൊട്ടിപ്പോവുക, ബ്രിട്ടിൽ നെയിൽസ് എന്ന് പറയും. അതേപോലെ തന്നെ നഖത്തിൽ വരുന്ന ഡിസ്കളറേഷൻ, നഖത്തിൻ്റെ ഷേപ്പുകൾ മാറി വരിക, അതേപോലെ മുടികളിൽ അതിൻ്റെ ആ ഒരു മിനുക്കം കുറഞ്ഞു വരിക, മുടി പൊട്ടിപ്പോവുക, വട്ടത്തിൽ മുടി കൊഴിച്ചിലുണ്ടാവുക, സ്കിന്നിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈനെസ് കൂടുതലായിട്ട് വരിക, വരണ്ട ചർമ്മം, ഇതൊക്കെ കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണമാണ്. ഈ സ്കിന്ന് ഡ്രൈ ആയി പോകുന്നത് കൊണ്ട് തന്നെ ഈ ഹൈപ്പോകാൽസിമിക് കണ്ടീഷൻ പിന്നീട് എക്സീമ അല്ലെങ്കിൽ സോറിയാസിസ് ഇങ്ങനത്തെ സ്കിൻ കണ്ടീഷനിലോട്ട് നയിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതേപോലെ വേറെ ചില ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈകളിൽ, വിരലിൻ്റെ അറ്റങ്ങളിൽ, അതേപോലെ കാലിൻ്റെ നഖത്തിൻ്റെ ആ ഒരു അറ്റങ്ങളിലൊക്കെ മരവിപ്പ്, തരിപ്പ്, ഇതൊക്കെ കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം വരുന്നതാണ്. പിന്നെ കൂടുതലായിട്ടും നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഒ.പിയിൽ വരുമ്പോൾ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ മൊത്തം കുറേ നേരം വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് ജോലി ചെയ്തിട്ട് അതിനുശേഷം അന്നത്തെ രാത്രി കിടക്കുന്ന സമയത്ത് ഈ കാലത്തെ മസിലുകൾ കോച്ചി വലിക്കുക എന്നുള്ളത്. ഇത് മെജോറിറ്റി ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം. ഈ കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന് എത്ര ബലം നൽകുന്നോ, എല്ലിനും പല്ലിനും എത്ര ബലം നൽകുന്നോ അതിൻ്റെ ഒപ്പം തന്നെ പേശികൾക്കും അത് നല്ല ഒരു സ്ട്രെങ്ത്താണ്. നമ്മുടെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാൽഷ്യം വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബ്രെയിനിലോട്ടുള്ള നെർവ് സിഗ്നൽസ് ഓരോന്നും പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട്, അതിന് സിഗ്നൽസ് അങ്ങോട്ട് പാസ് ചെയ്യാനായിട്ടും കാൽഷ്യം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് കാൽഷ്യം ഇല്ലാതെ പറ്റില്ല. കാരണം ഈ കാൽഷ്യമാണ് നമ്മുടെ ഈ റിതം, ഹാർട്ട് ബീറ്റിൻ്റെ ആ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽഷ്യമാണ്. അപ്പോൾ ഈ കാൽഷ്യം കുറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഈ അറിത്മിയ എന്ന് പറയുന്ന ഈ ഹാർട്ടിൻ്റെ റിതം ആകെ ഒരു റിതത്തിൽ വരുന്ന വ്യത്യാസം അതിൽ സംഭവിക്കാറുണ്ട്. അതേപോലെ ബ്രെയിൻ സിഗ്നൽസിൽ ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ടോട്ടൽ ബോഡീനെ തന്നെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ നോർമൽ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത് ബോഡിയിൽ ഒരു 7.5 to 8.5 mg/dL എന്നാണ് പറയുന്നത്. ഇത് ഓരോ ലാബിലനുസരിച്ച് അതിൻ്റെ വാല്യൂസ് വ്യത്യാസമാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഒരു നോർമലായിട്ട് പറയുന്ന വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരു മൈൽഡ് കാൽസ്യമിക് ഹൈപ്പോകാൽസ്യമിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ചെറിയ ലെവലിൽ കുറഞ്ഞു വരുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ മൈന്യൂട്ടായിരിക്കും. ചിലർക്ക് ഇപ്പോൾ വായുടെ ചുറ്റും ഒരു തരിപ്പ് പോലെ, അതല്ലെങ്കിൽ ഒരു മന്തിപ്പ് പോലെയൊക്കെ തോന്നിയെന്ന് വരാം. ക്ഷീണം കൂടുതലായിട്ട് വരും. ഈ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരും തോറും ഡിപ്രഷനിലോട്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ബ്രെയിൻ ഫങ്ഷനെയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം കുറയുന്നവർ എന്നും ഒരുപാട് ക്ഷീണമുള്ള പോലെ ഒരു ഉന്മേഷക്കുറവ് എപ്പോഴും അവർക്ക് ഉണ്ടാവും. അതേപോലെ പ്രോപ്പർ തിങ്കിങ് ഉണ്ടാവില്ല, ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ മൈൻഡ് എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല അവരുടെ. ഇതും കാൽഷ്യത്തിൻ്റെ ഒരു കുറവ് കാരണം കണ്ടുവരുന്നതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുന്നത്? കാൽഷ്യം ലെവൽ ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റിലെല്ലാം എടുക്കുന്നുണ്ട്, എന്നിട്ടും അത് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥിയുണ്ട്. അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറകിലുള്ളതാണ്. അത് ഈ കാൽഷ്യത്തിൻ്റെ ലെവലിനെ ബാലൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് കാൽഷ്യം അബ്സോർപ്ഷനെ എന്തായിട്ട് പ്രതികൂലമായിട്ട് അത് ബാധിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ലെവൽ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും ഒ.പിയിൽ വരുന്നവരായാലും നമ്മുടെ പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഡിപ്രഷൻ സിംറ്റംസ്, അതേപോലെ അവർക്ക് വരുന്ന ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ളപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ആ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും അത് കുറഞ്ഞു കാണുന്നുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. വൈറ്റമിൻ ഡി നോർമൽ ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ശരിക്കും അബ്സോർബായി അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡി ലെവൽ കുറയുന്നതോടുകൂടി കാൽഷ്യത്തിൻ്റെ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന എന്തെങ്കിലും
കംപ്ലൈൻറ്റുകൾ. ക്രോണിക് കിഡ്നി ഡിസീസ്, ഒരുപാട് കാലമായിട്ട് എന്തെങ്കിലും കിഡ്നി അസുഖങ്ങൾ കൊണ്ട് ബാധിക്കുന്നവർ, അതുകൊണ്ട് അവസ്ഥപ്പെടുന്നവർക്ക് എന്തായാലും ഈ കാൽഷ്യം ലെവലിൽ ഒരു ഇംബാലൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം കോറിലേറ്റഡ് ആണ്. അതായത് മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും. അപ്പോൾ മഗ്നീഷ്യം ലെവൽ ബോഡിയിൽ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാൽഷ്യം ലെവലും അതേപോലെ കുറയാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിലെല്ലാം ശ്രദ്ധിക്കുന്നു, അങ്ങനെ എല്ലാം ശ്രദ്ധിച്ചിട്ടും വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ടും ചില കാരണങ്ങളാൽ അത് പ്രോപ്പറായിട്ട് അബ്സോർബ് ആവുന്നില്ല, കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഈ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ് അധികം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഉപ്പ് അധികം എടുക്കുന്നവർ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കഫൈൻ കണ്ടൻറ്റ് അധികമുള്ള കോഫി, ടീ, കോഫിയിൽ മാത്രമല്ല ടീ, ചായ അധികം കുടിക്കുന്നവരിലും അതേപോലെ കോഫി ഇതും അധികം കുടിക്കുന്നവരിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും. നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാലിൽ കാൽഷ്യം അധികം റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പാലിൽ ഒരു കോഫി പൗഡർ ആഡ് ചെയ്ത് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കും. അത് തീർച്ചയായിട്ടും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യും. ആ എനർജി അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രിയൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എത്തിച്ചേരുകയില്ല. അപ്പോൾ കോഫിയും ടീയും അധികം കുടിക്കുന്ന ശീലമുള്ളവർ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാൽഷ്യം കുറവുള്ളവർ അത് അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി ലെവൽ കുറയുമ്പോഴും കാൽഷ്യം അബ്സോർപ്ഷൻ എഫക്റ്റ് ആവും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് മാത്രം നമ്മൾ അല്ലെങ്കിൽ ഡയറ്ററി ഇൻടേക്ക് മാത്രം കൂടുതൽ എടുത്തത് കൊണ്ട് നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് കാൽഷ്യം വലിച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. അപ്പോൾ വൈറ്റമിൻ ഡി ലെവലിൻ്റെ മെയിൻ സോഴ്സ് ആയിട്ടുള്ളത് സൂര്യവെളിച്ചമാണ്. അത് രാവിലെ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള ആ ഒരു ടൈമിൽ ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ദേഹത്ത് വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. അത് വൈറ്റമിൻ ഡി ലെവൽ ഇംപ്രൂവൈസ് ചെയ്യാനും കൂടുതൽ നമ്മുടെ കാൽഷ്യം നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾ ഡയറ്റിലുള്ള കാൽഷ്യം അബ്സോർബ് ചെയ്ത് എടുക്കാനായിട്ടും തീർച്ചയായിട്ടും അത് സഹായിക്കുന്നതാണ്. ഡയറ്ററി ഇൻടേക്കിൽ നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ കാൽഷ്യം ഉൾപ്പെടുത്തിയിട്ടും ചിലർക്ക് കാൽഷ്യത്തിൻ്റെ ലെവൽ റേസ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ കൂടുതലായിട്ടും സപ്ലിമെൻറ്റ്സിലോട്ട് പോകും. കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട്. പ്രഗ്നൻറ്റ് ലേഡീസിന്, അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, ഇവരിലൊക്കെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഡയറ്ററി ഇൻടേക്ക് മാത്രം പോരാത്തതുകൊണ്ട് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലരിലെങ്കിലും ഈ കാൽഷ്യം സപ്ലിമെൻറ്റുകൾ എത്ര എടുത്താലും അത് കാൽഷ്യം ലെവൽ റൈസ് ആകാത്ത ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനും പ്രധാനമായിട്ടുള്ള കാരണം വേറെ എന്തെങ്കിലും മെഡിക്കേഷൻസ് അതിൻ്റെ കൂടെ അവർ എടുക്കുന്നുണ്ടോ? കാരണം ചില മെഡിക്കേഷൻസ് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി ചില ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റാസിഡ് പോലത്തെ ടാബ്ലറ്റ്സ്, ഇതെല്ലാം തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അവർ വേറെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ? അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും കാൽഷ്യം അബ്സോർപ്ഷനെ അത് എഫക്റ്റ് ചെയ്യും. മഗ്നീഷ്യം ലെവൽ പ്രോപ്പറാണോ? ഈ ടീ കഫൈൻ കണ്ടൻറ്റ് അവർ കുറയ്ക്കുന്നുണ്ടോ? സോൾട്ടിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുന്നുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കാൽഷ്യം സപ്ലിമെൻ്റ് എടുത്തുകൊണ്ട് നമ്മുടെ കാൽഷ്യം ലെവൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുമ്പോൾ സ്ത്രീകളിൽ അധികം കണ്ടുവരുന്ന ഒന്നാണ് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് മെൻസസിന് തൊട്ട് മുൻപായിട്ട് കൂടുതൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവുക, അതേപോലെ ഡിപ്രഷൻ ഉണ്ടാവുക, അവർക്ക് കൂടുതൽ പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് വരിക. ഇതെല്ലാം തന്നെ കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുന്നത് കൊണ്ട് കണ്ടുവരുന്ന ഒരു പ്രധാന സിംറ്റംസാണ് ഈ PMS എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മൾ കാൽഷ്യത്തിൻ്റെ ഇൻടേക്ക് കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇതുപോലെ കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുമ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആമാശയം, അതേപോലെ കുടൽ, വൻകുടൽ, പെരുങ്കുടൽ, ഇതിലും ഈ കാൽഷ്യം ലെവൽ കുറഞ്ഞു വരുമ്പോൾ ചില ലക്ഷണങ്ങൾ പുറത്തോട്ട് കാണിക്കുന്നുണ്ട്. കാൽഷ്യം ലെവൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മളിൽ പലരും ഒന്നെങ്കിൽ ഡയറ്ററി അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഈ ഹൈപ്പർ കാൽസീമിയ എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. കാൽഷ്യം ലെവൽ ആ ഒരു നോർമൽ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ബോഡിക്ക് നല്ലത്. ഇത് കൂടിക്കഴിയുമ്പോൾ പിത്താശയക്കല്ല്, അതേപോലെ തന്നെ കിഡ്നിയിലെ സ്റ്റോൺസ്, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹൈപ്പർ കാൽസ്യമിക് കണ്ടീഷനും കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാലും കൂടുതൽ ക്ഷീണം,
മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഡൈജഷനെ അത് എഫക്റ്റ് ചെയ്യും. മലദ്വാരത്തിലും അവിടെയും നമ്മുടെ വയറിലൊക്കെ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ കാൽഷ്യം ലെവൽ അതിൻ്റെ അതേ പ്രോപ്പർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഡയറ്ററി ഇൻടേക്കിനോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാൽഷ്യം ലെവൽ നമ്മുടെ നോർമൽ ലെവലിനേക്കാളും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഡയറ്ററി ഇൻടേക്ക് കാരണം, അതായത് കാൽഷ്യം ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ അധികം എടുക്കുന്നു, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഈ പിത്താശയക്കല്ല് അതേപോലെ കിഡ്നി സ്റ്റോൺസ് ഒന്നും അധികം വരാനുള്ള ചാൻസ് ഇല്ല. എന്നാൽ ഈ അസുഖം ഉള്ളവരിൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, ഗോൾ സ്റ്റോൺസും കിഡ്നി സ്റ്റോൺസും ഒക്കെ ഉള്ളവരിൽ ഇങ്ങനത്തെ മിൽക്ക് റിച്ച് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഫർദർ സ്റ്റോൺ ഫോർമേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. സപ്ലിമെൻ്റ് എടുക്കുന്നവർ, അതായത് കാൽഷ്യം സപ്ലിമെൻ്റ് മാത്രമായിട്ട് എടുക്കുന്നവർ ഈ ഡയറ്റിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതും രണ്ടും കൂടി ആകുമ്പോൾ ഹൈപ്പർ കാൽസ്യമിക് കണ്ടീഷൻ ഒന്നുകൂടി നമ്മുടെ ബോഡീനെ വഷളാക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. പാൽ ഉൽപ്പന്നങ്ങളല്ലാതെ ഫ്രൂട്ട്സിൽ ഏതൊക്കെ ഫ്രൂട്ടുകളിലാണ് കാൽഷ്യം അധികം ഉള്ളതെന്ന് നോക്കാം. കിവിയിൽ നല്ല കാൽഷ്യം റിച്ച് ആണ്. അതേപോലെ ബ്ലൂബെറീസ്, ബ്ലാക്ക് ബെറീസ്, ഇതിലെല്ലാം തന്നെ കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതും കാൽഷ്യം ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാൽഷ്യം സപ്ലിമെൻ്റ് എടുക്കുന്നവർ ഭക്ഷണത്തിൻ്റെ കൂടെ എടുക്കുന്നതായിരിക്കും നല്ലത്. ബോഡിയിലെ അബ്സോർപ്ഷൻ, കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്നാവാൻ അത് വളരെയധികം ഹെൽപ്ഫുള്ളാവും. മോസ്റ്റ്ലി നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചത്തെ ഭക്ഷണത്തിന് ശേഷം, കാരണം ആ ഒരു വൈറ്റമിൻ ഡി അബ്സോർപ്ഷനും കൂടെ നോക്കിയിട്ടാണ് പറയുന്നത്. സോ ഈ 2 ടൈമിലും എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാൽഷ്യത്തിൻ്റെ ലെവൽ ഈ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിൽ നല്ലോണം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരിൽ ഈ ഹോർമോൺ ഇംബാലൻസ് വരാനും എസ്ട്രജൻ്റെ ലെവൽ നല്ലോണം കുറഞ്ഞു വരും. ഇത് ഓസ്റ്റിയോപോറോസിസ്, അതേപോലെ അവർക്ക് എല്ല് തേയ്മാനം ഇതിലോട്ടൊക്കെ നയിക്കും. അവരിലും കാൽഷ്യം നല്ല കുറഞ്ഞ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ സപ്ലിമെൻറ്റ്സും ആവശ്യമുണ്ടെങ്കിൽ കൂടെ എടുക്കണം. ഡയറ്ററി ഇൻടേക്ക് മാത്രം പോരാ എന്നുണ്ടെങ്കിൽ അവരുടെ കാൽഷ്യം ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതായിരിക്കും അവരുടെ ആ ഒരു മെനോപോസൽ ടൈമിലുള്ള ആ ഒരു സിംറ്റംസ്, ഡിപ്രഷൻ, അതേപോലെ ആങ്സൈറ്റി, മസിൽ ക്രാംസ്, ജോയിൻറ്റ് പെയിൻസ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇനി ഈ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒരുപാട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ഓർഗൻസിനെ നമ്മളെ എഫക്റ്റ് ചെയ്യുമോ എന്ന് നമ്മൾ പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ കൂടുതലായി കഴിയുമ്പോൾ അത് കിഡ്നീനെ, ഹാർട്ടിനെ, ബ്രെയിൻ ഫങ്ഷനെ എല്ലാം തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു 3 months once എങ്കിലും നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കുന്നവരാണെങ്കിൽ ബ്ലഡ് ലെവലിൽ അത് ചെക്ക് ചെയ്തിട്ട് വേണം ഫർദർ സപ്ലിമെൻ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതല്ലാതെ ബ്ലഡ് ലെവൽ ചെക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കരുത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ലക്ഷണമുള്ളവർ, അതായത് ഇപ്പോൾ നഖം പൊട്ടിപ്പോവുക, അതേപോലെ മുടി വട്ടത്തിൽ കൊഴിയുക, മുടിയുടെ ആ ഒരു ഭംഗി കുറയുക, ആ ഒരു മിനുക്കം കുറയുക, സ്കിന്നിൽ വരുന്ന ഡിസീസ്, അതേപോലെ കൂടുതൽ മസിൽസ് കോച്ചി വലിപ്പമുള്ളവർ, നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് കൂടുതലുള്ളവർ, ഇങ്ങനെ ചില ലക്ഷണങ്ങൾ, ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളുള്ളവർ, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, ഈ PMS ഉള്ള ലേഡീസ്, അതേപോലെ മെനോപോസ് ആയിട്ടുള്ള ലേഡീസ്, ഇവരൊക്കെ തന്നെ അവരുടെ കാൽഷ്യം ലെവലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആദ്യം തന്നെ സപ്ലിമെൻറ്റ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബോർഡർ ലൈനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഡയറ്ററി ചേഞ്ചസ് തന്നെ വരുത്തിയിട്ട് നമുക്കത് മെച്ചപ്പെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളും, ചീസ്, തൈര്, യോഗട്ട്, ഇതൊക്കെ തന്നെ കാൽഷ്യം റിച്ച് ഫുഡ്സാണ്. ഇതെടുക്കാം. ഇത് എടുക്കുന്നതോടൊപ്പം തന്നെ ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ പാലെടുക്കുന്ന സമയത്ത് ഗോതമ്പ്, അതേപോലെ ഓക്സാലിക് ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ചില ചീരവകകൾ, അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് എളുപ്പം കാൽഷ്യം അബ്സോർപ്ഷൻ ആവാനായിട്ട് ഹെൽപ്ഫുള്ളാവും. നമ്മൾ യൂഷ്വലി ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ ഗോൾ സ്റ്റോൺസ് കൊണ്ട് സഫർ ചെയ്യുന്ന പേഷ്യൻസിനോട് നമ്മൾ പാല് അല്ലെങ്കിൽ തൈര് ഉൽപ്പന്നങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചീരവകകൾ ആഡ് ചെയ്യാൻ പറയാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കാൽഷ്യം അബ്സോർപ്ഷൻ അത്രയ്ക്കും അവർക്ക് കുറയും. ഇപ്പോൾ കാൽഷ്യം കൂടുതൽ ഡെപ്പോസിറ്റായി അത് സ്റ്റോൺ ഫോർമേഷനെ കുറയ്ക്കാനായിട്ടാണ് അവർക്ക് ആ സജഷൻ കൊടുക്കുന്നത്. കാൽഷ്യം ലെവൽ ഹൈപ്പോ കാൽസ്യമിക് ആയിട്ടുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ദിവസവും 1 ഗ്ലാസ് പാൽ എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ അതേ പാലിൽ കുറച്ച് ചായപ്പൊടിയോ അതല്ലെങ്കിൽ കഫെയിൻ കണ്ടൻറ്റുള്ള കോഫി ഇതൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഒരിക്കലും ആ പാലിൻ്റെ ആ ഒരു ഫുൾ ന്യൂട്രീഷൻ നിങ്ങളുടെ ശരീരത്തിന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കാൽഷ്യം ലെവൽ കുറവുള്ളവർ ഈ ചായയുടെയും പാലിൻ്റെയും ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പാൽ ഉൽപ്പന്നങ്ങളല്ലാതെ ചിലർക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരുണ്ട്. അതായത് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജി,
അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവരിലാണ് കൂടുതൽ ഈ ഹൈപ്പോകാൽസിമിക് കണ്ടീഷൻ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അതിന് വേറൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട്സിൽ കിവി ഫ്രൂട്ട്, അതേപോലെ ബ്ലാക്ക് ബെറി, ഇതൊക്കെ തന്നെ ഹൈലി റിച്ച് ഇൻ കാൽഷ്യം ആണ്. അതേപോലെ മീനിൽ ഈ മത്തി മീനിൽ കൂടുതൽ കാൽഷ്യം കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് ഇൻടേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയൊക്കെ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ കിഡ്നി റിലേറ്റഡ് ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന പ്രശ്നങ്ങളാവാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവലിൽ വരുന്ന പ്രശ്നങ്ങളാവാം. അപ്പോൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ച് കാൽഷ്യം ലെവൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.